മനുഷ്യനെ ഉപദ്രവമായി മാറുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്താൻ വിശുദ്ധ ഇസ്ലാമിന്റെ സംവിധാനത്തിനെ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ വിശുദ്ധ ദീൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാവാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈകളിൽ വരുന്ന, മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന ശക്തി അത് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു തരേണ്ടത് ദീനിന്റെ ദൗത്യമാണ്. അത് സയൻസിന് പറയാൻ കഴിയില്ല, അത് അവരുടെ വിഷയവുമല്ല. ഒരു കത്തി കൊണ്ട് മറ്റൊരാളെ അതിക്രമിക്കാൻ പാടില്ലെന്ന്, അത് അടുക്കളയിൽ മനുഷ്യന്റെ ആഹാര വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങൾക്കുള്ളതാണെന്നും ഒരു മനുഷ്യനെയും ഇതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു കൊടുക്കുന്നത് ദീൻ മാത്രമാണ്. സ്കൂളുകൾക്കത് പറയാൻ സ്കോപ്പില്ല, അവർക്കത് പഠിപ്പിക്കാൻ കഴിയില്ല. ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ, ആറ്റം ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യനെതിരെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യനുണ്ടാക്കി വെച്ച പുരോഗതിക്കെതിരെ അതിനെ തമസ്കരിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഇത് ഉപയോഗിക്കരുത്. ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടി അനുയുക്തമായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവിടെ മതം വേണം, ദീൻ വേണം. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ, ഖുർആനിന്റെ ആശയങ്ങളെ മാറ്റി നിർത്തി മനുഷ്യനാവാൻ കഴിയില്ല. നമുക്ക് ശാസ്ത്രജ്ഞനാവാൻ പറ്റും, അറിവുണ്ടായേക്കും. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവിന്റെ നിർദ്ദേശങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.